2017 ജനുവരി 13 എൻ്റെ മൂത്ത മോള് കൊല്ലപ്പെട്ടെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന് പോലീസുകാരെ വൈകുന്നേരം 7 മണിയാകുമ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും രാത്രി 1 മണിയാകുമ്പം അവരുടെ അവിടുത്തെ ലോക്കൽ നേതാക്കന്മാർ ജാമ്യത്തിലിറക്കി കൊണ്ടുവരികയും ചെയ്തപ്പോൾ അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രതിനെ രക്ഷപ്പെടുത്താൻ വിളിച്ചു പറഞ്ഞത് ഇന്ന് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിൽക്കുന്ന MP രാജേഷാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. സ്വന്തം മക്കൾക്ക് നീതിക്ക് വേണ്ടി ഒരു അമ്മത്താലം കൊണ്ടെന്ന് ചെയ്ത് തെരുവിലുള്ള അലിയുള്ള 2017 ജനുവരി 13 എൻ്റെ മൂത്ത മോള് കൊല്ലപ്പെട്ടെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന് പോലീസുകാരെ വൈകുന്നേരം 7 മണിയാകുമ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും രാത്രി 1 മണിയാകുമ്പം അവരുടെ അവിടുത്തെ ലോക്കൽ നേതാക്കന്മാർ ജാമ്യത്തിലിറക്കി കൊണ്ടുവരികയും ചെയ്തപ്പോൾ അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രതിനെ രക്ഷപ്പെടുത്താൻ വിളിച്ചു പറഞ്ഞത് ഇന്ന് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിൽക്കുന്ന MP രാജേഷാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. സ്വന്തം മക്കൾക്ക് നീതിക്ക് വേണ്ടി ഒരു പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് മാതാപിതാക്കളുടെ ഒത്താശയോടെയാണെന്ന് CBI കുറ്റപത്രം. മക്കളുടെ മുന്നിൽ വെച്ച 1-ാം പ്രതി അമ്മയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. ഇളയ കുട്ടിയെ 1-ാം പ്രതി പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് ഇരയാക്കിയതും അമ്മയുടെ അറിവോടെയാണെന്നും CBI കണ്ടെത്തി. മൂത്ത മകളുടെ ആത്മഹത്യക്ക് കാരണക്കാരൻ 1-ാം പ്രതിയാണെന്ന് അമ്മയ്ക്ക് അറിയാമായിരിക്കെയാണ് ഇളയ മകളെയും പീഡനത്തിനിരയാക്കാൻ ഒത്താശ ചെയ്തത്. ബലാത്സംഗം ചെയ്യാൻ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ഇട്ടുകൊടുക്കുകയായിരുന്നുവെന്നാണ് CBI കുറ്റപത്രത്തിൽ പറയുന്നത്. അവധി ദിവസങ്ങളിൽ 1-ാം പ്രതിയെ വീട്ടിൽ വിളിച്ചു വരുത്തി മദ്യം നൽകുകയും പ്രായപൂർത്തിയാകാത്ത മൂത്ത കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ അമ്മ സൌകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുകയും ചെയ്തു. CBI കുറ്റപത്രത്തിൽ അമ്മ 2-ാം പ്രതിയും അച്ഛൻ 3-ാം പ്രതിയുമാണ്. 2016 ഏപ്രിലിൽ മൂത്ത കുട്ടിയെ 1-ാം പ്രതി ബലാത്സംഗം ചെയ്യുന്നതിന് അമ്മ സാക്ഷ്യം വഹിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് അച്ഛനും ഹീനകൃത്യത്തിന് സാക്ഷിയായി. ഇക്കാര്യം ഒന്നും